അപേക്ഷിച്ചവർക്കെല്ലാം 1000 രൂപ ലഭിക്കുകയില്ല. 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. സർക്കാരിന്റെ വലിയ ഒരു ക്ഷേമ പദ്ധതിയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനം. 18% പിഴയോടുകൂടി ഈ ഒരു തുക തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. www.janakshemamedia.com എന്ന വെബ്സൈറ്റിലും എല്ലാ സർക്കാർ അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതിനായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക്, അതായത് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു 1000 രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് 1000 രൂപ വീതം പ്രതിമാസം നൽകുന്നത്. ksmart.lsgkerala.government.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, എല്ലാവരും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല. അനർഹമായി അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു തുക നിങ്ങൾ കൈപ്പറ്റിയാൽ 18% പിഴപ്പലിശയോടുകൂടി ഈ ഒരു തുക നിങ്ങൾ തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പൊ ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുക. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ് വുമൺ വിഭാഗത്തിൽ പെടുന്നവർക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ അന്ത്യോദയ അന്നയോജന, അതായത് മഞ്ഞ കാർഡ്, മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവരുമായിരിക്കണം അപേക്ഷിക്കുന്നവർ. വിധവ പെൻഷനോ അല്ലെങ്കിൽ അവിവാഹിത പെൻഷനോ വികലാംഗ പെൻഷനോ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു അർഹതാ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ഓരോ ഗുണഭോക്താവിനും തുക അനുവദിക്കുന്നത്. ഇനി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് കൂടി അറിഞ്ഞിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ്, ആധാർ വിവരങ്ങൾ എന്നിവയും അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്റ്ററിംഗ് നടത്തണം. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല. ഗുണഭോക്താവ് 1 മാസമോ അതിൽ അധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ ഒരു കാലയളവിലെ ധനസഹായം ലഭിക്കുകയുമില്ല. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഈ ഒരു മാനദണ്ഡങ്ങളെല്ലാം തന്നെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ അർഹരാണോ എന്ന് പരിശോധിക്കുക. തീർച്ചയായും അർഹരാണെങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നും അപേക്ഷിക്കാവുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിങ്ങൾ അപേക്ഷകൾ നൽകേണ്ടത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.